നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം. അടിയന്തര പ്രമേയം അനുവദിക്കാതെ സ്പീക്കർ. പിന്നാലെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ശബരിമല വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷ ശ്രമം വിജയിച്ചില്ല. ശ്രീകോവിലിലെ ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതും സ്വർണ്ണപ്പാളിയുടെ തൂക്കം 4 കിലോയോളം കുറഞ്ഞുവെന്ന് കണ്ടെത്തിയത് വിശ്വാസ സമൂഹത്തിൽ കടുത്ത ആശങ്കയുണ്ടാക്കിയെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും ചർച്ച നടത്താനും അനുമതി ആവശ്യപ്പെട്ടത്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. വിഷയം കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലാണെന്നും നോട്ടീസ് പരിഗണിക്കാനാകില്ല എന്നുമാണ് സ്പീക്കർ പറഞ്ഞത്. പ്രദേശത്ത് മുണ്ടുനീര് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃക്കുന്നപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന് 21 ദിവസം അവധി പ്രഖ്യാപിച്ചു. തൃക്കുന്നപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സേവന പരിധിയിൽപ്പെടുന്ന തൃക്കുന്നപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ മുണ്ടുനീര് രോഗം സ്ഥിരീകരിച്ചതിനാലും ചെറിയ കുട്ടികളിലെ അസുഖവ്യാപന സാധ്യത കണക്കിലെടുത്തുമാണ് സെപ്റ്റംബർ 19 മുതൽ 21 ദിവസം ഈ സ്കൂളിന് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. വിദ്യാലയങ്ങളിൽ മുണ്ടുനീര് പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് നടത്തേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വയനാട്ടിലെത്തി. സ്വകാര്യ സന്ദർശനത്തിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും വയനാട്ടിലെത്തി. കരിപ്പൂരിൽ വിമാനത്തിലെത്തിയ ഇരുവരും ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലെത്തിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ചേർന്നാണ് രാഹുലിനെയും സോണിയാഗാന്ധിയെയും സ്വീകരിച്ചത്. താജ് ഹോട്ടലിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, സണ്ണി ജോസഫ് തുടങ്ങിയ നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സോണിയയ്ക്കും രാഹുലിനും പൊതുപരിപാടികളില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 59 വയസ്സുകാരനാണ് രോഗബാധ. അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വയോധികനെ വോളണ്ടിയർമാരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ CSF പരിശോധന നടത്തുകയായിരുന്നു. രോഗി ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. പുതുതായി ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 11ആയി. 3 കുട്ടികളടക്കമാണ് ഈ ലിസ്റ്റിലുള്ളത്. സൈബർ ആക്രമണം. ഷൈനിന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. അശ്ലീല പ്രചാരണത്തിനും സൈബർ ആക്രമണത്തിലും CPM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് എറണാകുളം റൂറൽ സൈബർ പോലീസ്. KM ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ, പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്നിവരാണ് പ്രതികൾ. മെട്രോ വാർത്താ പത്രത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. KJ ഷൈന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു. കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറെ CPM പുറത്താക്കി. മുട്ടത്തറ കൌൺസിലർ B രാജേന്ദ്രനെ CPM-ൽ നിന്ന് പുറത്താക്കി. ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് തെളിവുകൾ സഹിതം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൌൺസിലറോട് രാജി ആവശ്യപ്പെട്ടതായും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായും ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് V ജോയി MLA അറിയിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൌൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയി പറഞ്ഞു. നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ വിവാഹ വാഗ്ദാനം നൽകി പീഡനം. ആലപ്പുഴ സ്വദേശി പിടിയിൽ. ആലപ്പുഴ സ്വദേശി അജ്മൽ ഹുസൈനാണ് പിടിയിലായത്. സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അജ്മലിനെ പിടികൂടിയത്. യുവതിയിൽ നിന്നും പണവും തട്ടിയെടുത്തിട്ടുണ്ട്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ 30 ലക്ഷം തട്ടിയ കേസിലും പ്രതിയാണ് അജ്മൽ. ഈ കേസിൽ മുളന്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയായിരുന്നു ഇയാൾ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഭർത്താവിന്റെ അച്ഛനെതിരെ പോക്സോ പരാതിയുമായി ചേർത്തല സ്വദേശിനിയായ യുവതി. ഭർത്താവിന്റെ അച്ഛനെതിരെ നൽകിയ പോക്സോ പീഡന പരാതി പോലീസ് അന്വേഷിച്ചില്ലെന്ന് ആരോപിച്ച് യുവതി നൽകിയ പരാതി മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കും. ചേർത്തല അരുക്കുറ്റി സ്വദേശി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷിച്ചില്ലെന്ന അമ്മയുടെ ആരോപണം മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗമാണ് നേരിട്ട് അന്വേഷിക്കുകയെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത വ്യക്തമാക്കി. പോലീസ് പരാതിക്കാരുടെയോ കുട്ടിയുടെയോ മൊഴിയെടുത്തില്ലെന്നും കുട്ടിയെ യാതൊരു പരിശോധനയ്ക്കും വിധേയമാക്കിയിട്ടില്ല എന്നുള്ള അമ്മയുടെ പരാതി ഗൗരവതരമാണെന്ന് കമ്മീഷന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. സ്റ്റാൻഡിൽ വെച്ച് ബസ്സിടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മഹിളാ കോൺഗ്രസ് നേതാവ് മരിച്ചു. കോഴിക്കോട് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മഹിളാ കോൺഗ്രസ് നേതാവ് മരിച്ചു. അടയ്ക്കാത്തൊരു താമരവിന്റെ പുഷ്പവല്ലിയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വല്ലിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഓട്ടോ ഇറങ്ങി ബസ് സ്റ്റാൻഡ് മുറിച്ചു കടന്നു പോകുമ്പോഴാണ് ബസ്സിടിച്ചത്. മകൾക്കും പേരക്കുട്ടിക്കും ഒപ്പം കണ്ണൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. വടകര പയ്യോളി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹരേരാം എന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം.
കെ ഫിറോസിനെതിരെ ഇഡിക്ക് പരാതി. കെ ഫിറോസിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ ഇഡിക്ക് പരാതി. CPM പ്രാദേശിക നേതാവും മലപ്പുറം നെടുവ CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ AP മുജീബാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഫിറോസിനെതിരെ പരാതി നൽകിയത്. KT ജലീലിന്റെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി.